അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനുഷ്യർ മാത്രമല്ല, മനുഷ്യരല്ലാത്ത എല്ലാ വർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, ബഹുമാനിച്ചുകൊണ്ടിരുന്നത്, അത് ഒരുപാട് സംഭവത്തിൽ കൂടെ നമുക്കത് അറിയവും സാധ്യമുള്ളൂ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഔത്തുലൊരു ആടര കുട്ടിയുണ്ട്, ചെറിയ കുട്ടി. അതിൽ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത സമയത്തിൽ ഭയങ്കര പാർച്ചലതിരെ തുള്ളലും ഓടലും കളിക്കലും അഞ്ഞ വലിച്ചിട്ട് അത് തിന്നോ നോക്കടി ഇത് തിന്നോ നോക്കടി, സാധാരണ ഇക്കടല മൃഗത്ത് അങ്ങനത്തെ സ്വഭാവമായിട്ട് കിടും. അതേ സന്ദർഭത്തിൽ ഫൈദ അഹസ്സബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ദഖല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ട് വിഷയ അത് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ സമ്പൂർണ്ണമായിട്ട് അത് ശാന്താവിടും, പൂർണ്ണമായിട്ട് സൈലൻ്റ് ആവിടും, ഒരു മൂലൽ ഇങ്ങനെ കിടും. നബി തങ്ങ ഇല്ലാത്തപ്പോൾ ഭയങ്കര പാർച്ചൽ. നബി തങ്ങ ഔത്തു വന്നപ്പല്ല ബണ്ട് മുന്നരെ അത് സമ്പൂർണ്ണമായിട്ട് അവർ മൂലം നിന്നുണ്ടിತ್ತು. എപ്പോൾ അത് മുണ്ട ശാന്തമായിട്ടിക്കട് അപ്പോൾ ഉത്തരം ಗೊತ್ತಾಂಡಿತ್ತು ഇത് അള്ളാഹിൻ്റെ ഹബീബ് ബണ്ടതായ സൂചന ആയിട്ടിക്കട്. അത് എന്തിയത് അങ്ങനെ, അത് കറാഹിയത്ത് യൂദിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിന് ബുദ്ധിമുട്ടാവോ തീരാ ചില ഉദ്ദേശമായിട്ടിക്കട്. അത് നൻ്റെ കൊണ്ടും എൻ്റെ ഹബീബ് ബുദ്ധിമുട്ടാവോ തീരാണ്ട് ഇങ്ങനത്തെ ഒരു പ്രവണത എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔത്തിൽ നടന്നുകൊണ്ടിരുന്നിട്ട് സ്വഹാബത്ത് വിശദീകരിക്കാറ്. ഇത് കേവലം ആർഡർ കൂട്ടിയുടെ മാത്രം സ്വഭാവമല്ല, എല്ലാ മൃഗത്തെ സ്വഭാവം അതുപോലെ ആയിരിക്കും. വന്യജീവികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യമാവും. നോക്കൊരു സഫീനത്ത് ചെല്ല ഒരു സ്വഹാബിന്ത്, ആ സ്വഹാബി എവിടമാ ഒരു യാത്ര പോയപ്പോൾ തെരു തപ്പിട്ട് എവിടമാ ഒരു പക്കം കുടുങ്ങി പോയിട്ട്, അതൊരു കാട് പ്രദേശമായിട്ട് അങ്ങനെ കാട് പ്രദേശത്തിൽ അയാൾ കുടുങ്ങിയപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു സിംഹ അയാളുടെ കണ്ണെതിര് മുന്തു. കണ്ണെതിര് പോണെങ്കിൽ പിന്നെ സിംഹത്തെ തൊട്ട് ഓടിയിട്ട് രക്ഷപ്പെടുക സാധ്യമല്ല. ആ സിംഹമല്ല ഇയാളുടെ മുട്ട പറമ്പെല്ലാം ഇയാൾ സമ്പൂർണ്ണമായിട്ട് ആശ മുന്നിട്ട് ഏതായാലും സിംഹ എൻ്റെ അറ്റാക്ക് ആക്കട്, ಖಂಡಿತമായിട്ട് അറ്റാക്ക് ആക്കട്. അപ്പോൾ ഏതുമാവട്ട് ചെന്ന് അയാൾ ഓടാണ്ട് നിൻ്റെത്ത് കണ്ണ് മുച്ചിത്ത് അയാൾ ചെന്ന് ഒരു പലക്ക അന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിമയായിട്ട് അഥവാ നബിത്തങ്ങളെ ആളായിട്ട് കിടന്നാണ്. ഞാൻ ഈ ലോകത്തെ രക്ഷിതാവായ അള്ളാഹുടെ റസൂലിൻ്റെ ആളായിട്ട് കിടന്നാണ് ചെന്നിട്ട് വരച്ച സ്വരത്തിൽ അയാൾ ചെന്നപ്പോൾ ആ സിംഹ പിന്നെ അയാൾ കണ്ണു മുച്ചിട്ടായിരിക്കും ചെന്നത്. കണ്ണുമല്ല തുറന്നു നോക്കുമ്പോൾ ആ സിംഹ അള്ളാഹിൻ്റെ ആ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നോളൂ ഇങ്ങനെ തലഭാഗിട്ട് നിന്നിട്ട് ഒരു മനുഷ്യരെ കണ്ടെങ്കിൽ സിംഹ അറ്റാക്ക് ആക്കിട്, സംശയമില്ല. പക്ഷേ ഇങ്ങനെ ചെന്നപ്പോൾ ആ സിംഹ അറ്റാക്ക് ആക്കുക വന്ന സിംഹ അവിടേക്ക് തലഭാഗിട്ട് നിന്നു പോയിട്ട് എന്ന് മാത്രമല്ല, പിന്നെ അതേ സിംഹത്തെ മേൽ പത്തിട്ടായിട്ടിട്ട് പിന്നെ സഫീനത്ത് റളിയല്ലാഹു അൻഹു റായത്തിക്ക് എത്തിയിട്ട് പോലും സംഭവത്തിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമുള്ളൂ. അപ്പോൾ നോക്കൂ, എന്തൊരു സ്നേഹമായിട്ടേക്കത് ഇടീ പിന്നെ എല്ലാ ജീവികളും അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാത്ത സ്നേഹവും റെസ്പെക്റ്റുമായിട്ടേക്കത്. അപ്പോൾ മനുഷ്യരായ ഞങ്ങൾക്ക് ബുദ്ധിയില്ലാത്ത ഈ ജീവികളെ ഒത്തിരി സ്നേഹിക്കണമെങ്കിൽ മനുഷ്യരായ ഞങ്ങൾ എത്രമാത്രം ആ ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കണം. അള്ളാഹു നാളെ കൽബടെ അടിത്തട്ടില്ല ഹബീബിനെ സ്നേഹിക്കുള്ളതായ സൗഭാഗ്യം അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആ സ്നേഹത്തോടു കൂടി അവിടുത്തെ ഇത്തിബാഗ്, അവിടുത്തെ ചര്യങ്ങളെല്ലാം പിൻപറ്റവും അവിടെ നിന്ന് കൽപ്പിച്ചതായ ദീൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരവും വിരോധിച്ച കാര്യത്തെ തൊട്ട് ദൂരത്താവും നമുക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് മുഖാന്തര അവിടുത്തെ ജിവാറിലായിട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ യാ റബ്ബി സ്വല്ലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.